ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ. ബിൽഡിംഗ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ സ്ഥാപക നേതാവും സ്പീക്കറുമായിരുന്ന എ.സി. ജോസിന്റെ 9ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ഡി.സി.സി സെക്രട്ടറി ജോൺ പഴേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർത്തിവച്ചിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള കുടിശ്ശിക, പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്രയും വേഗം വിതരണം ചെയ്യണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കുന്ന ഭീമമായ സെസ് തുക മറ്റ് കാര്യങ്ങൾക്ക് വകമാറ്റാതെ കാലതാമസം വരുത്താതെ വിതരണം ചെയ്യണമെന്നും മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വി.ജെ. പൈലിയുടെ അധ്യക്ഷതയിൽ ബിൽഡിംഗ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാപക നേതാവും എം.പിയും സ്പീക്കറുമായിരുന്ന എ.സി. ജോസിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിർമ്മാണ തൊഴിലാളി ഉള്ള കാലത്തോളം അദ്ദേഹം അനുസ്മരിക്കപ്പെടും എന്നതിനായി സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിൽ ഇടപെടാൻ അറച്ചുനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നാണ് ശ്രീ എ.സി. ജോസ് ധൈര്യപൂർവ്വം നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി KKNDC എന്ന സംഘടനയുമായി രംഗത്തുപോയി. യോഗത്തിൽ ഡി.സി.സി സെക്രട്ടറി ജോൺ പഴേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു വർഗമായിരുന്നു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ. ആ നിർമ്മാണ തൊഴിലാളികളെ കണ്ടെത്തുകയും അവരിൽ അവകാശബോധം വളർത്തിക്കൊണ്ട് ഒരു സംഘടിത ശബ്ദത്തിന് രൂപം കൊടുത്തുകൊണ്ട് പറവൂർ നീറിക്കോട് എന്ന ഗ്രാമത്തിൽ ഏതാനും തൊഴിലാളി സുഹൃത്തുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച നിർമ്മാണ തൊഴിലാളി പ്രസ്ഥാനം ആദ്യ കാലഘട്ടത്തിൽ KKNDC എന്നായിരുന്നു പേര്. B&RWF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ജോസ്, സംസ്ഥാന സെക്രട്ടറിമാരായ P.B. രവി, സനൽ നെടിയത്തറ, ട്രഷറർ P.J. റോയ്, ജില്ലാ സെക്രട്ടറിമാരായ P.J. ഫ്രാങ്ക്ലിൻ, M.S. സതീശൻ, V.I. കരീം, തോമസ് പാങ്ങോല തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ അപ്പച്ചൻ വളരെയധികം ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. എന്നും ഒരു 2000 തൊട്ട് പല യൂണിയൻകാരും പല കമ്പനിക്കാരും യൂണിയന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഇനി ഞാനില്ല, ഇനി ഞാൻ ഒറ്റ ഒരു പ്രസ്ഥാനമായിട്ട് മാത്രമേ ഉള്ളൂ. അത് ഈ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് അല്ലെ ആദ്യം പോലെ KKNDC, അത് കഴിഞ്ഞിട്ട് പിന്നെ B&RWF, അതിനുവേണ്ടി അതൊരു വികാരമായിരുന്നു അപ്പച്ചൻ. എന്നും തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കഠിനമായ കാര്യങ്ങൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. കാരണം സർക്കാർ അനങ്ങില്ല. പിണറായി വിജയനും തൊഴിൽ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അനങ്ങില്ല. ഈ രാജ്യത്ത് നിർമ്മാണ തൊഴിലാളി ഉണ്ടെന്നുള്ള അവർക്ക് അറിയില്ല. ഈ എറണാകുളം ജില്ലയിൽ 86 യൂണിയൻ നമ്മുടെ സംഘടന വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിലവിൽ 86 യൂണിയൻ ഉണ്ട് ക്ഷേമനിധി ഓഫീസിൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.